ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പഴം കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇന്ന് അവധി ദിവസമാണ്, അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ മോളാണെന്ന് മുറ്റടിക്കാനൊക്കെ ആയിട്ട് ഇറങ്ങിയത്. അപ്പോൾ കൊച്ചു കൊച്ചു പുല്ലുകൾ ഈ മഴ കിട്ടണതുകൊണ്ട് വേഗം വേഗം വലുതായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പുല്ലും കൂടി പറിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ പുല്ല് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണുമ്പോൾ കുറച്ചേ ഉണ്ടായുള്ളൂ, പക്ഷേ ഇത് പറിച്ചൊക്കെ കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഒരു കൊട്ട നിറയെ ആയിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ഈ കീഴാർനെല്ലിയുടെ തൈകളാണ്. ചുവന്ന കീഴാർനെല്ലിയും പച്ചയും ഒക്കെ ഉണ്ട്. കാണുന്നതെല്ലാം ഔഷധങ്ങൾ തന്നെയാണ്. പിന്നെ പുല്ലും ഉണ്ട്. അങ്ങനെ അതൊക്കെ നോക്കി കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ ഞാൻ മീൻ വാങ്ങിയത് ഇരിപ്പുണ്ടായി. ചെറിയ ചെറിയ അയലകളാട്ടോ, അയലകളുടെ കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് കറി വയ്ക്കാൻ വേണ്ടി. അപ്പോൾ മീനൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ മുളക് ചാറാട്ട് വയ്ക്കണത്. നന്നായിട്ട് പുളിയൊക്കെ ഇട്ടിട്ട് എരിവും പുളിയും ഒക്കെ ആയിട്ട് കുമ്പളങ്ങയും തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറിയാണ്. സിമ്പിളാണ്. നമ്മൾ മുളക് പൊടിയും ഒരു ചെറിയ സ്പൂണ് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും പുളിയും എല്ലാം ഇട്ടിട്ട് ഈ കഷ്ണങ്ങൾ അരിഞ്ഞിട്ടിട്ട് വേപ്പിലയിട്ട് നന്നായിട്ട് തിളപ്പിക്കും. ഇത് എന്നിട്ട് കുറച്ച് ഉള്ളി അരിഞ്ഞ് താളിച്ചെടുക്കാം കേട്ടോ, ഉലുവയും പൊട്ടിച്ചിട്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാം, പക്ഷേ നല്ല സൂപ്പർ ടേസ്റ്റാണ് നല്ല ചൂടുള്ള ചോറിലൊഴിച്ച് കഴിക്കുമ്പോൾ. പിന്നെ ബീട്രൂട്ട് ഉണ്ടായി, അപ്പോൾ അത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് അത് മരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാളയും പച്ചമുളകും വേപ്പിലേക്ക് ഇട്ടിട്ട് എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുകയാണ്. അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ കളർ കാണുമ്പോൾ ഒരു നല്ല സന്തോഷമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ബീട്രൂട്ട് അരിഞ്ഞത് ഇങ്ങനെ കാണുമ്പോൾ. അങ്ങനെ പിന്നെ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് ഇളക്കി തട്ടിപ്പൊത്തി വേവിക്കാനായിട്ട് വെച്ചേക്കാണ്. പിന്നെ അത് ആവിയൊക്കെ കയറി വേവായി വരുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ബീട്രൂട്ടൊക്കെ വേവായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഇട്ട് കൊടുക്കണം. അപ്പോൾ പിന്നെ ഇനി പപ്പടം കൂടി വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെയും ജോലികളുണ്ടല്ലോ, പാത്രം കഴുകലും ക്ലീനിങ്ങും അടിക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ കുറേയൊക്കെ ഇന്ന് മോളുള്ളായിരുന്നു, അവൾ ചെയ്ത് തന്നോളും. അപ്പോൾ എനിക്കിനി അലക്കാനായിട്ടാണ് മെയിനുള്ളത്. അപ്പോൾ അതിനൊക്കെ ആയിട്ട് വേഗം പോകാമെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഊണിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്നലെ ഇതിൽ വൈകുന്നേരം വണ്ടിയിൽ കപ്പ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കപ്പ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം കപ്പ വെച്ച് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ പിന്നെ ഊണൊക്കെ കഴിഞ്ഞ് ഒരു 2-2:30 ആയപ്പോൾ ഞാൻ വീണ്ടും കിച്ചണിൽ വന്നതാണ്. അപ്പോൾ ഞാൻ എല്ലും വാങ്ങി വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഇന്ന് കപ്പയും എല്ലും വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉള്ളിയാണെങ്കിൽ കുറേ ദിവസമായി വാങ്ങി വെച്ചേക്കണത്. എന്തോരം ദിവസം ഞങ്ങളിങ്ങനെ ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് അവരവിടെ ഇരുന്ന് മുളച്ച് അടുത്ത കൃഷി ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ പിന്നെ ഈ മുളകൾ കളയണ്ട കേട്ടോ, ഇത് നല്ലതാണ്. ഇത് നമുക്ക് ഇങ്ങനെ കഴുകിയിട്ട് അരിഞ്ഞ് മുള മാത്രമായിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ കറി വയ്ക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതൊക്കെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ ഞാൻ പിന്നെ സവാള എടുത്തില്ല കേട്ടോ, ഉള്ളി മാത്രം ഇട്ടിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വയ്ക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നമുക്ക് ഈ ഉള്ളി നന്നാക്കി എടുക്കാൻ കുറച്ച് താമസമാണെന്ന് ഓർത്താണ് നമ്മൾ മടിക്കണത്. പക്ഷേ സവാള ഇട്ടിട്ട് ഇറച്ചിക്കറി വയ്ക്കുന്നതിനേക്കാളും ടേസ്റ്റ് ഉള്ളി മാത്രം ഇട്ട് വയ്ക്കുന്നതാണ്. അങ്ങനെ പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് ഇതെല്ലാം വെറുതെ ചീനച്ചട്ടിയിൽ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതാണ്. പിന്നെ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് വേപ്പിലേക്ക് ഇട്ട് ഈ മസാലയും കൂടി നമ്മൾ ആ എല്ലിലേക്ക് ഇട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് അതും വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കപ്പ നുറുക്കി വെള്ളത്തിലിട്ടിട്ടുണ്ടായി, അതും വേവിക്കാൻ വെച്ചിരുന്നു. അപ്പോൾ അതൊക്കെ വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് താളിച്ചെടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ കുറച്ച് പെരിഞ്ചീരകം പൊട്ടിച്ചിട്ട് ഉള്ളി അരിഞ്ഞതും വട്ടത്തിലരിഞ്ഞതും മൂത്ത് വന്നപ്പോൾ വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്തപ്പോൾ എൻ്റെ കൈക്ക് ആവി അടിക്കുക കേട്ടോ. അപ്പോൾ ഞാനതുകൊണ്ട് അതിനെ മാറ്റിയിട്ട് ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ടാണ് പിന്നെ മിക്സ് ചെയ്തെടുത്തത്. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോഴാട്ടോ അതിന് നല്ല ടേസ്റ്റായിട്ട് കിട്ടണത്. അപ്പോൾ ഒരു വിസിൽ ഞാൻ ഈ എല്ലിൻ്റെ കൂടെ ഇട്ടിട്ട് കപ്പ വെന്ത് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് ഈ എല്ലിൻ്റെ കൂടെ ഇട്ട് ഒരു വിസിലടിച്ചെടുത്തിട്ടുണ്ടായി. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും. ആ അതെല്ലാം കപ്പയിലേക്ക് നന്നായിട്ട് പിടിച്ച് കിട്ടും. പിന്നെ ഞാനിത് ചീനച്ചട്ടിയിലേക്ക് കൊട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലും കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവധി ദിവസമല്ലേ, കുട്ടികളെല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വേഗം തന്നെ അതൊക്കെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വാഴയിലൊക്കെ വെട്ടി ക്ലീനാക്കി കൊണ്ടുവന്ന് വെച്ച് ചായ ഉണ്ടാക്കിയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ പിന്നെ കട്ടൻ ചായയും അതൊക്കെ ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഈ അടുക്കളയിൽ തന്നെയായിട്ട് ഇതിങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചേക്കണതാണ്. ഇവരിവിടെ ഒന്നും ഇരുന്ന് കഴിക്കുകയൊന്നുമില്ല.
അവരപ്പുറത്തേക്ക് പോകും. അപ്പോൾ ഞാനതൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ ഇന്നാരും ഡിന്നർ കഴിക്കുമെന്ന് തോന്നണില്ല കേട്ടോ. ഇതൊക്കെ തന്നെയായിരിക്കും. ഇനി ആർക്കും വിശപ്പുണ്ടാകാൻ വഴിയില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കപ്പയും എല്ലും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.